മാന്യ സദസ്സിന് നമസ്കാരം. ഹായ് കൂട്ടുകാരെ, നിങ്ങൾ കഥ കേൾക്കാൻ കാതോർത്തിരിക്കുകയാണല്ലേ. ഞാനൊരു കഥ പറയാം. കഥയുടെ പേരാണ് വാനമ്പാടിയുടെ ആത്മത്യാഗം. പണ്ട് എന്ന് വെച്ചാൽ വളരെ പണ്ട് അറേബ്യയിലെ സുൽത്താൻ കൊട്ടാരത്തിൽ ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. അവിടെ നിറയെ പക്ഷികളും ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ മധുരമായി പാട്ടുപാടുന്ന ഒരു വാനമ്പാടിയും ഉണ്ടായിരുന്നു. അവളുടെ പാട്ട് കേൾക്കാൻ എന്തു രസമാണെന്നോ. ഒരിക്കൽ ഒരു വനദേവത വാനമ്പാടിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, നിന്റെ പാട്ടുകളെല്ലാം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് നാം നിനക്ക് 3 വരം നൽകും. അത് നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത്രയും പറഞ്ഞ് വനദേവത പ്രത്യക്ഷമായി. വാനമ്പാടി ചിന്തിക്കാൻ തുടങ്ങി. എനിക്ക് നല്ലൊരു വീടുണ്ട്, ആവശ്യത്തിന് ഭക്ഷണമുണ്ട്, കൂടാതെ നല്ല കൂട്ടുകാരും. പിന്നെ എനിക്കെന്തിനാണ് ഈ വരങ്ങൾ? ഇത് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഉപയോഗിക്കും. അങ്ങനെ ഇരിക്കെ ഒരു പ്രാപ്പിനെ വിലെത്തിച്ചേർന്നു. ഓരോ ദിവസവും ഓരോ കിളികളെ കൊത്തി തിന്നു. അങ്ങനെ ചീനത്തത്ത നെൽക്കതിർ കൊത്തി തിന്നുകയായിരുന്നു. അപ്പോൾ പ്രാപ്പിനെ തത്ത റാഞ്ചെടുത്തു. തത്ത കീ 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 എന്നുറക്കെ കരഞ്ഞു. തത്തയുടെ കരച്ചിൽ വാനമ്പാടി കേട്ടു. വാനമ്പാടി പറഞ്ഞു, അയ്യോ പാവം തത്ത, ഇതിനെങ്ങനെയെങ്കിലും രസിക്കണം. തൻ്റെ വരം ഉപയോഗിക്കാൻ വാനമ്പാടി തീരുമാനിച്ചു. വാനമ്പാടി പറഞ്ഞു, തത്ത രക്ഷപ്പെടട്ടെ. പെട്ടെന്ന് തത്ത ഊർത്തു വലുതായി. ബാണം താങ്ങാനാകാതെ പ്രാപ്പിടൻ തത്തയെ താഴെട്ടു. വല്ല വിജയം. തത്ത രക്ഷപ്പെട്ടു. മറ്റൊരു ദിവസം ഒരു മഞ്ഞക്കിളിനെ പ്രാപ്പിനെ റാഞ്ചെടുത്തു. അതിനെയും തൻ്റെ വരം ഉപയോഗിച്ച് വാനമ്പാടി രക്ഷപ്പെടുത്തി. 2 വരങ്ങൾ തീർന്നു. ഈ ഒരു വരം കൂടിയേ ബാക്കിയുള്ളൂ. അതും കൂടെ തീർന്നാൽ നമ്മളെല്ലാവരും പ്രാപ്പിടിയൻ്റെ ഇരകളായി തീരും. കിളികളെല്ലാം തോടിരുന്നു. അപ്പോൾ വാനമ്പാടി പറഞ്ഞു, കൂട്ടുകാരെ, നിങ്ങൾ ആരും വിഷമിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി ജീവൻ വെളിവെക്കാൻ പോലും തയ്യാറാണ്. ഇത്രയും പറഞ്ഞു വാനമ്പാടി മറ്റൊരു കൊമ്പിലേക്ക് പറന്നു ചെന്നു. മനോഹരമായ ഒരു പാട്ട് പാടി. ഇതുവരെ പാടിയ പാട്ടിലേക്കാൾ അതിമനോഹരമായിരുന്നു അത്. അപ്പോഴാണ് പ്രാപ്പിടി അതുമായി വന്നത്. വാനമ്പാടിയെ കണ്ട പ്രാപ്പിടി ഇങ്ങനെ ചിന്തിച്ചു, എല്ലാ ദിവസവും എൻ്റെ ഇരകളെ രക്ഷപ്പെടുത്തുന്ന ഇവൻ തന്നെ ആകട്ടെ എൻ്റെ ഇന്നത്തെ ഇര. ഇത്രയും പറഞ്ഞ് പ്രാപ്പിടി വാനമ്പാടി റാഞ്ചെടുത്തു. പ്രാപ്പിടിൻ്റെ കൂട്ടങ്ങൾ വാനമ്പാടി ശരീരത്തേക്ക് തൊലിച്ചു കയറി. വേദന കൊണ്ട് പിടിയാൻ പോലും വാനമ്പാടി മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, ഈ ഒരു വരം കൂടിയേ ബാക്കിയുള്ളൂ. അത് എനിക്ക് വേണ്ടി ഉപയോഗിക്കണോ, അത് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഉപയോഗിക്കണോ? വാനമ്പാടി മനസ്സിൽ പറഞ്ഞു, എൻ്റെ മാംസം വിഷമുള്ളതാകട്ടെ. പെട്ടെന്ന് വാനമ്പാടി പിടങ്ങി മരിച്ചു. ഇതൊന്നും അറിയാതെ വാനമ്പാടിയുടെ മാംസം ആർത്തിയോടെ കൊത്തി തിന്നാൻ പ്രാപ്പിടിയും മരിച്ചു. കൂട്ടുകാരെ, നാം ഇതിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? സ്വന്തം ജീവൻ വെളി കഴിച്ചു മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. വാനമ്പാടിയെ പോലെ ആയിത്തീരുവാൻ നമ്മുടെ ഓരോരുത്തരെയും കുതിർന്ന ഹൃദയങ്ങൾ ഈശ്വരൻ ഒരുക്കട്ടെ. നന്ദി, നമസ്കാരം.